നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 14, 2026 ബുധൻ. അങ്ങനെ ഇന്ന് മാർക്കറ്റിൽ തുടർന്ന നഷ്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സുകൾ ഇന്ന് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അവയുടെ റിസൾട്ടും കൂടാതെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് വീണ്ടും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായ കാരണങ്ങളും തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. എങ്കിലും ഇന്ന് നിഫ്റ്റിക്ക് ഇന്നലെ സപ്പോർട്ട് എടുത്ത അതേ ലെവലിന് തൊട്ടു മുകളിലായിട്ട്, അതായത് ഇന്നലെ 25,603.30 എന്ന ലെവലിലായിരുന്നു സപ്പോർട്ട് എടുത്തതെങ്കിൽ, എന്നാൽ ഇന്ന് 25,603.95 എന്ന ലെവലിലായിട്ടാണ് സപ്പോർട്ടും എടുക്കുകയുണ്ടായത്. അതേസമയം നിഫ്റ്റിക്ക് ഇന്ന് 25,791 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 66 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,665 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന്റെ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയിരുന്നു ഇന്ന്. സെൻസെക്സിന് 244 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 83,382 എന്ന ലെവലിൽ വീക്കിലി എക്സ്പയറി നടത്തേണ്ടതായിട്ടും വന്നു. അതേസമയം ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നേരിയ നേട്ടത്തോടുകൂടി, അഥവാ 1.35 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1446 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ആകെ 1394 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ടാറ്റ സ്റ്റീൽ, NTPC, ONGC, ആക്സിസ് ബാങ്ക്, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടെക് മഹേന്ദ്ര, TCS, ഏഷ്യൻ പെയിന്റ്സ്, സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാനുമായി തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.3% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ PSU ബാങ്ക്, പവർ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് 0.5% മുതൽ 2% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഓട്ടോ, IT, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തിങ്കളാഴ്ച ഫ്ലാറ്റ് ആയിട്ടും ഇന്നലെ 2 പൈസയുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വീണ്ടും ദുർബലമാകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 12 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.30 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരവും അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് HDFC AMC അതിന്റെ Q3 ഏർണിംഗ്സുകൾ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 20% ഉയർച്ച രേഖപ്പെടുത്തുകയുമുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് Q3 ഏർണിംഗ്സ് ഡിക്ലെയർ ചെയ്ത MRPL അഥവാ മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസിൽ Q3 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 369% ഉയർച്ചയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇന്നും നിഫ്റ്റി റിയാലിറ്റിക്ക് 1%-ലേറെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്നുൾപ്പെടെ അവസാന 7 ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി റിയാലിറ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് ഇന്നും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. ഏകദേശം 1,500 കോടി രൂപയ്ക്ക് അടുത്ത്. തൽഫലമായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് മൂലവും ഇന്നലെ US മാർക്കറ്റില് പല സ്റ്റോക്കുകളുടെയും Q3 ഏർണിംഗ്സിലുണ്ടായ മിക്സ്ഡ് പെർഫോമൻസ് മൂലം S&P 500-നും നാസ്ഡാക്കിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നത് മാത്രമല്ല, ഇന്ന് US ഡോ ജോൺസ് ഫ്യൂച്ചറും നെഗറ്റീവായിട്ട് വ്യാപാരത്തിൽ തുടർന്നതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു ദിനം തന്നെയാണ്. കാരണം വ്യാപാര പങ്കാളികൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫുകളുടെ നിയമസാധുതയെക്കുറിച്ച് ജനുവരി 14, അതായത് ഇന്ന് US സുപ്രീം കോടതിയുടെ വിധി വരാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ നിക്ഷേപകർ അതീവ ജാഗ്രത പുലർത്തുക തന്നെയുണ്ടായി. ഈ ഒരു കാരണമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പ്രധാനമായും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇടയാക്കിയത്. അതേസമയം ട്രംപിന്റെ താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി പ്രഖ്യാപിക്കുമെന്നാണ് 73% വരുന്ന ട്രേഡേഴ്സ് പന്തായം വെക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് US നിന്നും ട്രംപിന്റെ ഈ ഒരു നടപടിക്കെതിരെ സുപ്രീം കോടതിയുടെ
കോടതിയുടെ വിധി ട്രംപിന് പ്രതികൂലമായി വരികയാണെങ്കിൽ അത് റഷ്യയിൽ നിന്നും എണ്ണ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുകളിലുള്ള 500% അഡീഷണൽ താരിഫിന് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും. കൂടാതെ നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്ന താരിഫുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതകൾക്കും പുതുപ്രതീക്ഷയുമേകും. ഇനി മറിച്ചൊരു വിധിയാണ് US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതിഭീകരമായി തന്നെ ആഞ്ഞടിക്കുകയും ചെയ്യും. ഇനി അതല്ല, ഇന്ന് US സുപ്രീം കോടതി ഈ കേസ് മാറ്റിവെക്കുകയാണെങ്കിലും ട്രേഡ് താരിഫിന് മുകളിലുള്ള സുപ്രീം കോടതിയുടെ വിധിക്ക് മുകളിലുള്ള അൺസർട്ടനിറ്റി തുടരുക തന്നെ ചെയ്യും. അത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ നമ്മുടെ മാർക്കറ്റിനും ദുർബലപ്പെടുത്താൻ മറ്റൊരു കാരണമായി തന്നെ മാറിയേക്കാം. ഇതിനു പുറമെ നിലവിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് മുകളിലുള്ള ആശങ്ക വർദ്ധിക്കുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ഇന്ന് ബാധിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും കൂടാതെ നാളെ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് അവധിയായതിനാൽ തന്നെ ഇന്ന് സെൻസെക്സിന്റെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ ബാധിക്കുകയും ഉണ്ടായി. കൂടാതെ ഇന്നലെ ചെറിയ രീതിയിലാണെങ്കിലും കൂൾ ഓഫ് ആയി ഇന്ത്യ വിക്സ് ഇന്ന് വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തുകയും ഉണ്ടായി, ഏകദേശം 1%. തൽഫലമായി 11.32 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സും എത്തിച്ചേരുകയുണ്ടായി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 57 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-നടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റും നേരിയ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലാകെ ഇന്ന് ഇന്ത്യൻ ചൈനീസ് മാർക്കറ്റുകൾ മാത്രമേ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഉയർച്ചയും ഗോൾഡിന്റെ വിലയിൽ 1%-ലേറെ ഉയർച്ചയുമാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $65.81 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $61.48 പെർ ഔൺസ് എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വില $4634.05 പെർ ഔൺസ് എന്ന നിലയിലായിട്ടുമാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗ്രോ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 28% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 26% വളർച്ചയും രേഖപ്പെടുത്തി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 9% ഉയർച്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 1%-നടുത്ത് വളർച്ചയും രേഖപ്പെടുത്തി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 56% വളർച്ച റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് വെൽത്ത് മാനേജ്മെന്റിൽ പ്രവേശിക്കുന്നതിനായി ഒരു പുതിയ അനുബന്ധ സ്ഥാപനം കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഹെക്സാവയ ടെക്നോളജീസ് ലിമിറ്റഡ് ഫെബ്രുവരി 4-ന് Q3 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുവാനായിട്ട് ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 15.99 കോടി രൂപയുടെ ഒരു പ്രധാന ആഭ്യന്തര ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. പട്ടേൽ എഞ്ചിനീയറിംഗ് 3-ാം പാദത്തിൽ കെഡിയ സെക്യൂരിറ്റീസ് കമ്പനിയിൽ 1.01% ഓഹരികൾ സ്വന്തമാക്കുകയുമുണ്ടായി. നാളെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. കൂടാതെ ഈ വർഷത്തിലെ ആദ്യ സ്പെഷ്യൽ അവധിയാണ് ഇന്ത്യൻ മാർക്കറ്റിന് നാളെ ലഭിക്കാൻ വേണ്ടി പോകുന്നതും. ഏവർക്കും നല്ല ഒരു ഹോളിഡേ ആശംസിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.